ഈ മുണ്ടൊന്നും എടുത്തോട്ടടാ. നീ കാര്യം പറ. ഈ കല്യാണം നടക്കില്ല. എന്ത്? അഞ്ജലിയെ വിനുവിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? അച്ഛാ, ഞാൻ നിങ്ങളുടെ മകനാണ്. അപ്പൊ എനിക്കുണ്ട് ഈ വീട്ടിൽ ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ. അത് അഞ്ജലിയുടെ കാര്യത്തിലുണ്ട്. അവകാശവും അധികാരവും ഉണ്ടെന്ന് പറഞ്ഞോണ്ടായില്ല. സ്നേഹം വേണം, ബോധവും വേണം. അവസാന നിമിഷം എന്തുണ്ടായിട്ടാ ഈ കല്യാണം വേണ്ടെന്ന് നീ പറയുന്നത്? അത് ഒരച്ഛന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറ. കാര്യമുണ്ട്, പക്ഷെ അത് എന്നോട് ചോദിക്കരുത്. ഏട്ടാ, ഇത് പാരമ്പര്യമാണ്. നമ്മുടെ കല്യാണത്തിന് എന്റെ ഏട്ടന്മാർ ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ഓ, ഇത് അതൊന്നും അല്ല. പിന്നെ നിനക്ക് ഭ്രാന്താ? അച്ഛാ, ഞാൻ അടിച്ചിട്ടില്ല. അതാ കുഴപ്പം. രണ്ടെണ്ണം അടിക്ക്, അപ്പൊ നീ നോർമലാവും. ആദ്യത്തെ ആവേശം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. അടിയനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അവന്റെ അമ്മൂമ്മയുടെ കൊണ്ടൊന്നും പറയരുത്. ആരെതിർത്താലും എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തില്ല. കല്യാണം നടത്തില്ല എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. കാര്യം എന്താണെന്ന് എനിക്കറിയണം. അവൻ വെള്ളം ഒഴിക്കും. ആനന്ദേട്ടൻ ഒടിക്കുമല്ലോ. അവന് വേറൊരു പ്രേമമുണ്ട്. ഉണ്ട്, ആനന്ദേട്ടനല്ലേ പറഞ്ഞു തന്നെ. അത് മാത്രമല്ല, ഇതിനേക്കാൾ വിരൂപമായൊരു മുഖം അവനുണ്ട്. ഞാൻ സഹിച്ചു. പറയുന്നേക്ക് മോളെ, നമുക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് വേണം. ഓഹോ, എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ കല്യാണം ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞങ്ങൾ ഒളിച്ചോടും. എന്ത്? ആ ചേട്ടാ, ഒന്ന് ഫേഷ്യൽ ചെയ്യണം. ഫേഷ്യലോ? ഏത് ഫേഷ്യലാ വേണ്ടേ? ഏതൊക്കെയുണ്ട് ഇവിടെ? പപ്പായ, ഗോൾഡ്, ഡയമണ്ട്, പേൾ, നന്നാറി, നറുനണ്ടി, മാമ്പഴം, സാത്തുക്കുടി, മൗണ്ട് എവറസ്റ്റ്, സൽമാൻ ഖാൻ വരെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ഇതെന്ത് കുലുക്കി കടേ? അതൊന്നും വേണ്ട. ഇത് മായുന്ന ഫേഷ്യൽ ഏതാ അതങ്ങ് ചെയ്താൽ മതി. ഇതെന്ത് പറ്റിയതാ? വെഡിങ് ഗിഫ്റ്റ് ആളിയും കൊടുത്താ. ഇതിപ്പോ നമുക്ക് പപ്പായ ഫേഷ്യൽ ചെയ്തിട്ടേ നന്നായിട്ട് പുട്ടിയിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫേഡായി കിട്ടും. പക്ഷെ ഇനി ഇതുപോലെ വെഡിങ് ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിനക്ക് ആനന്ദനെ അറിയാമോ? ചാമ്പയ്ക്ക അഞ്ജലി, വിനോട്ട, എനിക്കെന്തോ ടെൻഷൻ പോലെ. ആനന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചോ? നീ ടെൻഷൻ അടിക്കാതിരി, വെളുത്തിട്ട് പാറുന്ന ക്രീം ഉണ്ടോ? കൂടെ ഞാൻ ഇല്ലേ? വലിച്ചു കെട്ടിക്കോ. കത്രീന വന്നാലും കുലുങ്ങരുത്. നേരം കുറെ ആയല്ലോ, പോയി കഴുകടേ. അത് കഴുകിയ അടി കിട്ടിയ പാടെല്ലാരും കാണും. സാറേ ഞാൻ വന്നു. ആ കൈ ഒന്ന് നീട്ടിക്കേ. നീട്ടിക്കേനെ എങ്ങനുണ്ട്? അയ്യപ്പനെ കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ശ്രീകോവിലിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ കിട്ടിയ 2 മിനിറ്റിൽ 1.25 മിനിറ്റും ഞാൻ ബിനുസാറിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അത് നന്നായി. മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? എന്താ? ആനന്ദന്റെ വീട്ടിൽ പോയി അച്ഛനോട് സാറ് പറഞ്ഞ എല്ലാ വേണ്ടാതിനും പറഞ്ഞു. പിന്നെ സാറ് 2 എണ്ണം കയ്യിൽ നിന്നിടാനല്ലേ പറഞ്ഞത്. ഞാൻ 4 എണ്ണം കയ്യിൽ നിട്ടു. നിന്നോട് ആരാണ് പോകുന്നത്? അവിടെ പോയി പറയാൻ പറഞ്ഞത് ബിനു സാറ്. അയ്യോ, ആനന്ദേട്ടൻ്റെ അച്ഛൻ. ഇയാളോട് ഞാൻ എന്ത് പറയും? അകത്ത് കയറുന്നതിന് മുമ്പ് ഒന്ന് മുട്ടാം. അതാ ഒരു മര്യാദ. സൗകര്യമില്ല. വിളിപ്പിച്ചെന്തിനാന്ന് പറ. തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്ക് ഇവിടെ ഒരു മനസ്സമാനമൊക്കെ ഉണ്ടായിരുന്നു. മാപ്പ് പറഞ്ഞ അവളെ തിരിച്ചു വിളിച്ചോണ്ട് പോയതൊക്കെ വെറും നാടകമായിരുന്നല്ലേ? എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? അവക്കൊരു കാമുകനുണ്ട്. ഇത് തന്നെയാണല്ലോ നീ പണ്ടും പറഞ്ഞു നടന്നിരുന്നത്. പഴയ കാമുകൻ തന്നെയാണ് ഇപ്പോഴത്തെ കാമുകനും. നീ വെറുതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. നിനക്ക് എന്റെ മോളെ ഉപദ്രവിക്കാൻ ഒരു കാരണം വേണം. അതിനുവേണ്ടി നീ ഉണ്ടാക്കിയ കഥകളാ ഇതൊക്കെ. ആണോ? ആ, നിനക്ക് സംശയം മൂത്ത് പ്രാന്തായതാ. ദാ കണ്ടോ, ഇതാണ് നിങ്ങളുടെ മോളുടെ കാമുകൻ. ഇവനെ ഞാൻ എവിടെയോ. അയ്യോ, ആനന്ദഭവൻ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇപ്പൊ വർക്കാവില്ല. എന്താ? ആ കുഞ്ഞുണ്ണിക്ക് വിനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്താ? അല്ല, അവന് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇവിടെ ഒന്ന് കള്ളം പറയുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം മാറിയാനെ.
കുഞ്ഞുണ്ണിക്ക് ചെറിയ ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി, അപ്പ സോൾവാ. ദാ നോക്ക്. ഓഹോ, അപ്പൊ നിങ്ങൾക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് എന്നോട് ഈ ചതിയൊക്കെ അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ തന്നെ അറിയുന്ന കഴിഞ്ഞ ദിവസമാണ്. ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന റിപ്പോർട്ടാണ്. ദാ നോക്ക്. ഈസ് ഇമ്പോർട്ടന്റ്. അവന് കുട്ടികളുണ്ടാവില്ല. ഉപദ്രവിക്കരുത്. ഇപ്പോഴാണ് അച്ഛാ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്നത്. ഇതാണ് അവന്റെ കുഴപ്പം. എന്താ പറഞ്ഞത്? നീ കമ്പനിയിൽ നടത്തിയ കോടികളുടെ തിരിമറി, അതിന്റെ പേരിലുള്ള പോലീസ് കേസ്, പിന്നെ വ്യാജ പാസ്പോർട്ട് എടുത്ത് ഏതോ ഒരു സ്ഥലമുണ്ടല്ലോ, നമീബിയ. അമീബിയ, അത് തന്നെ, അവിടത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. പിന്നെ 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 നിന്റെ കമ്പനി MD-യുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഉടുതുണിയില്ലാതെ കയ്യോ. സാറ് 2 കൈ നല്ലേ പറഞ്ഞത്, ഞാൻ 4 ഇട്ടിട്ടുണ്ട്. ഇതാണോ നാറി നീ കൈ നട്ട നാരണം? പറവിനു, നിന്റെ കമ്പനിയിലെ സ്റ്റാഫ് ഈ കല്യാണത്തിന് കാരണക്കാരനായി ഒരുത്തൻ കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ സത്യമല്ലേ? പറയാൻ. അച്ഛാ, ഈ കല്യാണം നടത്തരുത്. ഓഹോ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലടാ. ഇത് കണ്ടോ, ഇവന് കുട്ടികളുണ്ടാവില്ല അച്ഛാ, കുട്ടികള്. നമ്മുടെ അഞ്ജലി ഇവന് കെട്ടിച്ചു കൊടുത്താ നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോലും ഇപ്പൊ ഞാനുണ്ടല്ലോ. പക്ഷെ അഞ്ജലിയെ ഇവന് കൊടുക്കരുത്. ഈ പൊട്ടൻ ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ്. എന്താ വിനു ഇത്? ഹലോ പന്തൽമണി, നിർത്തിക്കോ. അച്ഛ, കേരളത്തിൽ ഇങ്ങനെ ഒരു ലാബേ ഇല്ല. ഉണ്ട്. അച്ഛൻ കേരളത്തിൽ എവിടെയെങ്കിലും ഉഷ്ണമൂല എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അച്ഛൻ ഈ ഫോൺ നമ്പർ കണ്ടോ? 8 ഉള്ളൂ. ലാൻഡ് ലൈൻ ഫോൺ ആയിരിക്കും. ഏത് 2255? അച്ഛ, ലാൻഡ് ഫോൺ നമ്പർ 7 അല്ലേ ഉള്ളൂ. അതെ. അച്ഛൻ ഈ അഫിലിയേഷൻ നമ്പർ ശ്രദ്ധിച്ചോ? KL07DC369. ഇത് മമ്മൂക്കയുടെ വണ്ടി നമ്പർ അല്ലേ? ഫ്രോഡ് റിപ്പോർട്ട്. ഇറങ്ങടാ വെളിയില്. ഞാൻ ഒരു കല്യാണം മുടക്കാൻ നീ ഇത്ര തരംതാഴൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇനി നീ കോമ്പൗണ്ടിനകത്ത് കടന്നു പോകരുത്. അച്ഛാ, ഇവൻ പറയുന്നത് പോടാ. മോഹൻലാലും മമ്മൂട്ടി. അച്ഛ, കുഞ്ഞുണ്ണി. എല്ലാം എനിക്ക് മനസ്സിലായി മോനെ. അവനും ആനന്ദനും ഫ്രണ്ട്സ് അല്ലേ? അതെ. അതും ഇതുപോലെ അവന്മാരുടെ പ്ലാനിങ്ങാ. ഉം. നമ്മൾ സൂക്ഷിക്കണം. ഉം. സോറി മോനെ, സോറി. ഇറ്റ്സ് ഓക്കേ അച്ഛ. പന്തലുമണി നടക്കട്ടെ, പന്തലുമണി. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ആനന്ദ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. അച്ഛൻ എന്നേക്കാ വിശ്വാസം മറ്റവനല്ലേ? പിന്നെ ആ കള്ള ലാബ് റിപ്പോർട്ടും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ എന്താ? പക്ഷിശാസ്ത്രം പറയാൻ ഒരാള് വന്നിട്ടുണ്ട്. ആമാ, കിളി സയൻസ്. മനുഷ്യനോട് ഭ്രാന്തെടുത്തിരിക്കുമ്പോഴാണ് അവന്റെ. ഇറങ്ങി പോടാ. സാർ, இந்த പക്ഷി வந்து போய் சொல்ல மாட்டேன். ഇതുപോലുള്ളവന്മാരെ അടികൊടുത്ത് പറഞ്ഞു. സാർ, இந்த இடத்துல ஒரு கல்யாணம் நடக்க போகுது இல்லையா சார்? അതിന് നിനക്കെന്താ? எங்க இடத்துல ஒரு கல்யாணம் நடந்தால் ஒரு மரணம் நடக்க போகுது. കണ്ട കണ്ട, ഈ അലവലാതിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ വാ 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 വാ. ഇവനെ കണ്ട ഒരു വശപ്പശക ലക്ഷണമുണ്ട്. അതിപ്പോ അച്ഛനെ കണ്ടാലും ഇല്ലേ? അപ്പടിയാ. കർക്കിടകത്തിൽ 7-ാം ഭാവത്തിൽ വേടം വന്നാൽ ഗുളികനെ കീർക്കും. അതിന് കർക്കിടകത്തിൽ ഗുളികയല്ലല്ലോ. റൈറ്റ് ആൻസർ. നീങ്ക ജയിച്ചില്ല. ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവൻ കോൺസെൻട്രേറ്റ് ചെയ്യും. Praise the Lord. இந்த പക്ഷി ശാസ്ത്രം നിജമാ, സത്യമുള്ളത്. താൻ ചീട്ടെടുക്ക്.
அம்மா செஞ்சோம்மா வேகம் வந்து சீட்டடம்மா சீக்கிரம் வாங்கம்மா சீட்டடம்மா ஆஹா வந்துட்டா என் சின்ன ராணி எடுத்துட்டியா உள்ளக்கர் மாவளை തത്ത എവിടെ? നിങ്ങൾക്ക് பார்க்க முடியாது எனக்கு மட்டும்தான் பார்க்க முடியும் അതെന്ത്? அதுதான் ஏன் சித்தி என்ன பேச்சுது இது ஏது கடவுள் എടോ താൻ അതിനകത്ത് നോക്ക്. இங்க இருக்க எனக்கு எல்லாமே தெரியும் இந்த கார்டில் வந்து ஸ்ரீராமன் இந்த கல்யாணம் நடந்தா நாடும் வீடும் உபேட்சிச்சு நீங்க காட்டி போயிடும் ஜோர்ஜ் குலங்கிற மாதிரி அலைஞ்சிடும் പ്രണയமான விஷயம் காதல் പ്രേമലു മൊഹബത്ത് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. ലവ് ആ അത് കറക്റ്റ്. താൻ ബാക്കി പറ. இந்த பையன் இல்லையா ആ പയ്യന് പെണ്ണിനോട് അഗാധമായ പ്രണയം ഇருக்கு അതുണ്ട്, എനിക്കറിയാം. അത് അച്ഛൻ എങ്ങനെ അറിയാം? അതുകൊണ്ടല്ലേ അവർ കല്യാണം കഴിക്കുന്നത്. ആ പയ്യന്റെ കാര്യമല്ല ഇത്. പിന്നെ ഇത് വേറെ പയ്യൻ. താൻ വലിയ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട. ഈ കല്യാണം നിർത്താനുള്ള വഴി പറ. எதுக்கு ഈ கல்யாணம் நிறுத்தணும் பையனை மாட்டியா போரே இந்த கார்டு பிரகாரம் ஒரு டாக்டர் பையன் இருக்கு. അതേത് ഡോക്ടർ? அவர் வந்து பெரிய சைக்கோ சைக்காட்ரிஸ்ட் பெரிய ஹாஸ்பிட்டல். ഞാൻ ജോർജ് അല്ല അഞ്ജലി. நான் வந்து பக்ஷராஜன். ഏത് ജോർജ്? ஏதோ ഇവനാണോ നിന്നെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യണ ജോർജ്? അതെ ഞാൻ ജോർജാണ്. ചേട്ടാ നിങ്ങളെ പെങ്ങളെ എനിക്ക് ഇടിച്ചു ഞാൻ ഒരു തത്തയെ പോലെ നോക്കിക്കോളാം. ഇതിന്റെ കൈ കിട്ടാൻ കാത്തിരിക്കാതെ. അമ്മച്ചിയുടെ പിറകെയല്ല മുന്നേ ഓടാനാണ് എനിക്ക് ഇഷ്ടം. വീട്ടിൽ പോടി. ഭാര്യയുടെ കാമുകനെ കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറതിയില്ല. അപ്പോഴാ പെങ്ങൾക്ക് വേറൊരു കാമുകൻ. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയാണ്. ഇനി ഈ കല്യാണം കണ്ടു നിൽക്കാനേ ആനന്ദേട്ടനെ കൊണ്ട് പറ്റും. അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കൊന്നും വേണ്ട. അവസാന മൊമെന്റ് വരെ നമ്മൾ പേടിക്കണം. ആനന്ദേട്ടൻ ഒതുങ്ങിയില്ലേ, ഇനി ആര് വരാനാ? ആര് വിചാരിച്ചാലും എക്സ്ക്യൂസ് മീ ഒന്ന് മാറും. ആര് ഒരു വിചാരിച്ചാലും ലൈറ്റർ ഉണ്ടോ? ആര് വിചാരിച്ചാലും എന്താണ് ഒരു ഉമ്മ തരൂ. ഉമ്മ നാളെ തന്നാ പോരെ? നാളെ എന്തായാലും തരുമല്ലോ. ഉമ്മ ഒന്നുകൂടെ താ. ഇതാ വരുന്നു വരുന്നു വരുന്നു. ജോർജ് ജോർജ് എന്റെ പെങ്കൊച്ചിനെ കണ്ടവന്മാർക്ക് തിരിച്ചു കൊടുക്കാനല്ല, കൊല്ലും കുടുംബത്തോടെ കത്തിക്ക്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആരാ മോനെ നീ? എന്താ അതിന്റെ പ്രശ്നം? ഓക്കെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ജോർജ്, MBBS MD ഇൻ സൈക്കാട്രി. ഇവിടുത്തെ കല്യാണ പെണ്ണിന്റെ പഴയ കാമുകൻ. ഇതാണോ എന്റെ സ്റ്റേറ്റ് പ്രേമം? സ്റ്റേറ്റ് അല്ല, കാസ്റ്റ്. അല്ല മണവാളിനവിടെ വിനു വിനു വിനുവേ, വിനു മോഹ, പുറത്തുപോയി അതെന്ത് ഇടപാടാ? അവന്റെ കാലിനായിട്ടുള്ള ഞാൻ ഇവിടെ വരുമ്പോ അവിടെ ഉണ്ടാവണ്ടേ? ശരിയാണ്. ഉണ്ടാവണ്ടേ? എന്താ ഇവിടെ ഒരു ബഹളം? ആരാടാ ഇവൻ? വിനു അച്ഛാ അല്ല, ഞാനല്ല. പോലീസിനെ വിളിക്കടാ. ഇനി ആർക്കെങ്കിലും പോലീസിനെ വിളിക്കണോ? ഫോണൊക്കെ നിറഞ്ഞ് കുറച്ച് ടെററാക്കല്ലോ നമുക്ക്. അഞ്ജലി എന്റെ ജീവനാ. അവളെ ഒരുത്തരം കെട്ടാൻ ഞാൻ സമ്മതിക്കൂല. കെട്ടിക്കൊണ്ട് പോകാൻ അനുവദിക്കില്ല. അറിയോ? നാളെ കല്യാണം എന്നാ കളവണമെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങിയ മിനിമം ഒരു 5-6 പേരെ ജീവനെ ഞാൻ എടുക്കും. നമുക്ക് നാളെ നേരെ ഗുരുവായൂർക്ക് പോവാം. ആ അതെ. ലൈറ്റർ ഫ്രണ്ട്. താങ്ക് യു. തുടക്കമാങ്കല്യം. ഇതെന്താ ആരും ഒന്നും കഴിക്കാതിരിക്കുന്നേ? കഴിക്കേ. ഇതാരാ ഗ്യാസ് കുറ്റി ഇവിടെ കൊണ്ടുവച്ചേ? അനിയേ ആ ഗ്യാസ് നാകത്ത് കൊണ്ടുവച്ചേ. കഴിക്കേ കഴിക്കേ കേട്ടോ. എല്ലാരും കഴിച്ചിട്ടേ പോകാളൂ കേട്ടോ.